നമസ്കാരം. മലപ്പുറം എടവണ്ണപ്പാറ ചാലിയാറിലെ 17-കാരിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ലേഡീസ് മാൻ ചർച്ച. തുടർക്കഥയാകുന്ന അതിക്രമങ്ങൾ. സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് പെൺകുട്ടിയുടെ ബന്ധു, ഒപ്പം ഷൈദ കമാൽ, വനിതാ കമ്മീഷൻ മുൻ മെമ്പർ, സൈക്കോളജിസ്റ്റ് റാണി രജനി എന്നിവരാണ്. ആദ്യം പെൺകുട്ടിയുടെ ബന്ധുവിലേക്ക്. ഇയാൾക്കെതിരെ വ്യാപക പരാതിയാണ്. കഴിഞ്ഞ ദിവസം പോക്സോ നിയമപ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വ്യാപക പരാതിയാണ്. ഇപ്പോൾ കൂടുതൽ പാരന്റ്സ് ഒക്കെ മുമ്പോട്ട് വരുന്നുണ്ട്. ഇയാൾ തുടർച്ചയായിട്ട് ലൈംഗികാതിക്രമം നടത്തുന്ന രീതിയായിരുന്നു. ഇതൊക്കെ കരാട്ടയുടെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇയാൾ ചൂഷണം ചെയ്തു എന്നുള്ള തരത്തിലുള്ള വലിയ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത് പോലീസ് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടുവരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇത്ര ദിവസമായി എങ്കിലും ചോദിക്കട്ടെ, എന്താണ് സംഭവിച്ചത്? എന്താണ് കുടുംബത്തിന്റെ പരാതി? നമസ്കാരം. എന്റെ സഹോദരിയുടെ ഈ പറഞ്ഞ സംഭവം ഒരുപാട് കാലങ്ങളായിട്ട് ഈ കരാട്ടെ മാസ്റ്റർ പലതവണ അവിടെയുള്ള കുട്ടികളെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ അനിയത്തിയെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ കുട്ടികൾ സംഭവം മനസ്സിലാക്കാൻ വളരെയധികം സമയമെടുത്തിരുന്നു. കാരണം കുട്ടികളോട് സാർ പരമഗുരുവാണെന്നും അദ്ദേഹത്തെ സ്വന്തം രക്ഷിതാക്കളെക്കാളും വിശ്വസിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് മെന്റലി മോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. വളരെ യുക്തിപരമായി കുട്ടികളെ മാനസികമായി പരുവപ്പെടുത്തി കുട്ടികൾക്ക് ഇതൊരു അബ്യൂസ് ആണെന്ന് തിരിച്ചറിയാത്ത വിധത്തിൽ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് വർഷങ്ങളായിട്ട് ഈ സ്ഥാപനം അവിടെ നടന്നു പോരുന്നത് എന്നതാണ് ഇത്രയും വിഷമകരമായിട്ടൊരു സംഭവം. ഇയാൾ നേരത്തെയും പോക്സോ കേസിൽ റിമാൻഡിൽ കഴിഞ്ഞ ആളാണ്. നേരത്തെയും പോക്സോ കേസിൽ റിമാൻഡിൽ കഴിഞ്ഞ ആളാണ് ഇയാൾ. അതെ, റിമാൻഡിൽ കഴിഞ്ഞ ആളാണ്. നേരത്തെ ഇപ്പൊ നമ്മളിത് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇയാളെ കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതിനു മുമ്പ് പരാതികളൊന്നും ഉണ്ടായിട്ടില്ലേ ഇയാളെ കുറിച്ച്? ഇയാളെ കുറിച്ച് വ്യക്തമായ ധാരണ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഇങ്ങനെ ഒരു ധാരണ സമൂഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഇതുപോലെയുള്ള കുട്ടികൾ അവിടെ ചെന്ന് എത്തിപ്പെടില്ലായിരുന്നു. അവിടെ പഠിച്ചിരുന്ന പല വ്യക്തികൾക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടും ഇദ്ദേഹത്തിന്റെ ഭീഷണി മൂലവും ഇത്തരത്തിലുള്ള വാക്കുകൾ മൂലവും ഇത് സമൂഹത്തിന് മുമ്പിലും മീഡിയക്ക് മുമ്പിലും പറയാൻ മടിക്കുകയാണ് ഉണ്ടായത്. ഈയിടെ ഇന്നലെ കുട്ടി ഇത് തുറന്നു പറഞ്ഞപ്പോ അവള് പറയുന്നുണ്ട് സാറിന്റെ ഭീഷണി മൂലം പരാതി പിൻവലിക്കുകയായിരുന്നു എന്നുള്ളത്. ശരി, മരണത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം കുടുംബം ആരോപിക്കുന്നത് പോലെയുള്ള വസ്തുതകൾ, അവിടെ രണ്ടുപേരെ കണ്ടിരുന്നു ദുരൂഹമായ സാഹചര്യത്തിൽ. അടുത്തുള്ളവർ ചോദിച്ചപ്പോൾ മുഖം മറച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള പല കാര്യങ്ങളും ഉണ്ട് അതിന്റെ പിന്നിൽ. അപ്പം ഇപ്പോൾ നൽകിയിരിക്കുന്ന പരാതിയിൽ ഇത് വ്യക്തമായി കുടുംബം നൽകിയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത്? പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ ഞങ്ങൾ സംതൃപ്തരാണ്. എങ്കിലും ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം കുട്ടിയുടെ മരണത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ദുരൂഹതകളുണ്ട്. ഈ സംഭവം നടന്ന് ധൈര്യം സംഭരിച്ച് ഇത് കുട്ടി ഞങ്ങളോട് പറയുകയും ഞങ്ങൾ അദ്ദേഹത്തോട് പോയി ചോദിച്ചപ്പോൾ ക്ഷമാപണം വരെ നടത്തുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. എന്നാൽ ഞങ്ങൾ പരാതിയുമായി മുന്നോട്ട് പോകാൻ കുട്ടി ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി നിന്ന ആ അവസരത്തിലാണ് കുട്ടിക്ക് ഇങ്ങനൊരു ദാരുണാന്ത്യം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഇതിലെ ദുരൂഹത. ഞങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ആകുലതകൾ പങ്കുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊരു നല്ല രീതിയിലുള്ള ഒരു അന്വേഷണവും ഒരു ശൃംഖലയാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്, പ്രാഥമിക റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിൽ പറയുന്നത് മൂക്കിൽ വെള്ളം കയറിയതുകൊണ്ടുള്ള മരണം എന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റാനൊരു ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ പോക്സോ കേസ് എടുത്തെങ്കിൽ കൂടി കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ടോ? നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചോ? ഇതൊരു ആത്മഹത്യയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾ പോലീസിനോട് കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. കാരണം ആത്മഹത്യയാണ് കുട്ടിയുടെ ഉദ്ദേശമെങ്കിൽ ഞങ്ങളുടെ പറമ്പിന്റെ തൊട്ടു പിറകിലുള്ളത് പുഴയാണ്. ആ പുഴയിൽ പോയിട്ട് കുട്ടിക്ക് ആത്മഹത്യ ചെയ്യാമായിരുന്നു. പക്ഷെ കുട്ടി പോയത് പബ്ലിക് റോഡിലൂടെ നടന്ന് അവിടെ ഏതെങ്കിലും ഒരു പ്രതിയോ അല്ലെങ്കിൽ പ്രതിയെ സഹായിക്കുന്ന ആൾക്കാരോ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി എത്താൻ എളുപ്പമുള്ള പബ്ലിക് റോഡിലൂടെ പോയി നടന്ന് ചെന്നാണ് ഈ പറഞ്ഞ ലൊക്കേഷനിൽ കുട്ടി എത്തിയിട്ടുള്ളത്. പിന്നെ അവിടെ കഴിഞ്ഞ് പോയവര് ഹെൽമെറ്റ് ധരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. അപ്പൊ റോഡിലേക്ക് കുട്ടിയെ ആരോ ഇറക്കിയിട്ടുണ്ടെന്നും എളുപ്പം അവർക്കെത്താൻ സാഹചര്യം
ഒത്തുവന്ന ഒരു സ്ഥലത്താണ് ഇത് നടന്നത് എന്നുള്ളതും ഇതിലൊരു ആശങ്കയുണ്ട്. നമുക്കറിയാം, ഇതിപ്പോൾ നമുക്ക് എല്ലാ തരത്തിലുമുള്ള പല ഇടങ്ങളിൽ ഇപ്പം നമ്മൾ കുട്ടികൾക്ക് ഒരു ധൈര്യത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കരാട്ടെ ക്ലാസ്സുകളിലും ഇല്ലെങ്കിൽ അവരെങ്ങനെ പ്രതിരോധിക്കണം, എങ്ങനെ പല മോശം സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കണം എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലൊക്കെ എത്തിക്കുന്നത്. അവിടെ ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടാവുക എന്ന് പറയുന്നത് സങ്കടമാണ്. പക്ഷേ ഇത് വീട്ടിൽ പറയാനില്ല. സാധാരണ നമുക്കറിയാം, പെൺകുട്ടികൾക്ക് ഇപ്പം നമ്മൾ പോലും ചെറുപ്പത്തിൽ അനുഭവിച്ച പല കാര്യങ്ങളും നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലുമാണ് പറയാൻ സാധിക്കുക. അപ്പം ആ സമയത്തുള്ള കുഞ്ഞിൻ്റെ ഒരു മാനസികാവസ്ഥ അതെങ്ങനെയായിരുന്നു? ആ സമയത്ത് നിങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടിരുന്നോ? അന്ന് പരാതി എടുത്ത് ഇയാൾക്കെതിരെയുള്ള അന്വേഷണം അന്ന് തന്നെ തുടങ്ങിയിരുന്നോ? മറ്റുള്ളവർക്കും ഇതിലുള്ള പരാതി എന്താണ്? സംഭവം തുടർച്ചയായ പീഡനങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ ഇൻസിഡന്റ് കുട്ടി എന്നോട് പറഞ്ഞ സമയം മുതൽ തന്നെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. സാറിന്റെ അടുത്ത് എത്രയും പെട്ടെന്ന് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുട്ടി രേഖാമൂലം ഇതിനെക്കുറിച്ച് ഒരു ലെറ്റർ എഴുതിയിരുന്നു. ഇത് പ്രൊസീഡ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അതായത് CWC പോലെയുള്ളവർക്ക് ഇത് പരാതി പോയിരുന്നു. പക്ഷേ സാറിനോട് അവൾക്കുള്ള ഭയവും കാരണം കൊണ്ട് കുട്ടി മാനസികമായി ഇതിന് തയ്യാറെടുത്ത് വന്ന് കേസുമായി മുന്നോട്ട് പോകാമെന്ന് നിശ്ചയിച്ചുറപ്പിച്ച സമയത്താണ് ഈ മരണം നടക്കുന്നത്. ഇതുപോലെ തന്നെ ഒരുപാട് പേർക്ക് അവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് വളരെ കൃത്യമായി എനിക്ക് തന്നെ അറിയാം. എന്റെ സ്വന്തം സഹോദരി അതെന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ഉള്ളവര് ഇത് പുറത്തു പറയാൻ അവർക്ക് അവരുടെ ജീവിതത്തിൽ കൊതിയുള്ളത് കൊണ്ട് ഭീഷണികളുടെ പേരിൽ പലരും തുറന്നു പറയാൻ മടിക്കുന്നു എന്നുള്ളതാണ്. കരാത്തയുടെ മറവിൽ വർഷങ്ങളായി നടക്കുന്ന ഈ സംഭവങ്ങള് മൂടി വെച്ച് പോവുകയാണ്. ഇതേ അനുഭവം ഉള്ളവർ ഇനിയും പുറത്ത് വരേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾ വരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് സംരക്ഷണം കൂടി കൊടുക്കണം. അതിന് പറ്റിയൊരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ടായി വരേണ്ടതുണ്ട്. ഇതിന് പിന്നിൽ ഒരു ശൃംഖല പ്രവർത്തിക്കുന്നുണ്ടാകാം എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. ശരി, എന്തായാലും നീതി ലഭിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. നന്ദി. ഈ അവസരത്തിൽ ഈ സമയത്ത് അത്രയും വിഷമത്തിലാണെന്ന് അറിയാം ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. താങ്ക് യു. ശ്രീമതി റാണി രജനി, ഇവിടെ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊരു അവസാനമില്ല എന്നുള്ളത് നമ്മൾ അതിനെ ആ യാഥാർത്ഥ്യത്തെ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാലത്തിലേക്ക് കടന്നു. ഇത് സ്ഥിരം, അത് പല മേഖലകളിലും, ഇപ്പോൾ തൊഴിലിടമാണെങ്കിലും മറ്റെവിടെയെങ്കിലും ആണെങ്കിലും കുട്ടികൾക്കെതിരായ അതിക്രമം നമുക്കത് താങ്ങാൻ പറ്റുന്ന, അതും മരണത്തിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ, ഇപ്പം നേരത്തെ പോക്സോ കേസിൽ ക്രിമിനൽ കുറ്റത്തിന് അകത്ത് കിടന്നു, ഇല്ലെങ്കിൽ റിമാൻഡിലായിരുന്ന ആൾ പുറത്തിറങ്ങിയിട്ട് ഇത് തന്നെ ചെയ്യുന്നു, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അവിടെ നിയമം എങ്ങനെ പോകുന്നു എന്നുള്ളത് ഒരു പ്രധാന കാരണം. മറ്റൊന്ന്, ഇവർക്ക് ഇതിൽ പേടി ഉണ്ടാവുന്നില്ല. ഇവർക്ക് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു ഭയം വരുന്നില്ല. അത് ചിലപ്പോൾ ഇവരുടെ ശിക്ഷ കുറഞ്ഞതുകൊണ്ടോ ഇല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും മാനസികാവസ്ഥ കൊണ്ടോ ആയിരിക്കാം. എന്താണ് ഇതിലൊക്കെ സംഭവിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്? ഇതിലിപ്പോൾ നമ്മുടെ ഈ ഒരു കേസിലാണെങ്കിൽ എന്തുകൊണ്ട് ഒരു കുട്ടി 7ാം ക്ലാസ് തൊട്ട് എന്താണ് ഇങ്ങനെ ഒരു പീഡനം തുടങ്ങിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 7ാം ക്ലാസ് തൊട്ട് +2 വരെ ആ കുട്ടിക്ക് മറ്റൊരാളുമായിട്ട് ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. അതെ, അപ്പോൾ ഈ ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള ഒരു അവസരം എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നില്ല, കുട്ടികൾക്ക് കിട്ടുന്നില്ല? ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും, മിക്ക സ്കൂളുകളിലും സൈക്കോളജിസ്റ്റുകൾ അവൈലബിൾ ആണ്. കൗൺസിലിംഗ് സെഷൻസ് കൊടുക്കുന്നുണ്ട്. സൗഹൃദം, ഇങ്ങനെ പല പ്രോഗ്രാമിൽ കൗൺസിലിംഗ് സെക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം അവിടെ എവിടെയാണ് ആ കുട്ടിക്ക് ഇതൊന്ന് തുറന്നു പറയാനായിട്ടുള്ള ഒരു മനസ്സുണ്ടായില്ല. അവിടെ അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യം. കാരണം നമുക്ക് എല്ലാ പ്രദേശത്തും ഇപ്പം എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് ഒരു പക്ഷേ ഇത് തുറന്നു പറയാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം ഓരോ കുടുംബവും, ഇപ്പം എല്ലാ കുടുംബവും അത്രയും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റിയ ഇടങ്ങളുമായിരിക്കില്ല കുട്ടികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ച്. അങ്ങനെ ഒരു ബ്ലോക്ക് ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. എന്താണ് അതിൽ ഒരു മാറ്റം വരാത്തത് എന്നുള്ളതാണ്. അതെ, ഇപ്പൊ കുറച്ചു മുമ്പേ പറഞ്ഞല്ലോ, ഒരാൾ കേസിന് പ്രതിയായി, പക്ഷെ അയാൾക്ക് കിട്ടിയ ശിക്ഷ, അയാൾ എവിടെ കൂടെയൊക്കെയോ നിയമത്തിൻ്റെ എവിടെ കൂടെയൊക്കെയോ അയാൾ രക്ഷപ്പെട്ടു പോകുന്നു. അവിടെയും ഒരു മാറ്റങ്ങൾ വരേണ്ടതാണ്. കാര്യം എന്തുകൊണ്ട് കേസൊക്കെ നല്ല രീതിയിൽ ഒരു അന്വേഷണത്തിലേക്ക് എത്തുന്നില്ല, എന്തുകൊണ്ട് ഇവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടുന്നില്ല? ഇപ്പം നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലാണെന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ അണ്ടർ കാറ്റഗറിയിലേ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അതിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മളിതെല്ലാം ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ ഒരു അണ്ടറിൽ നിന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വളച്ചൊടിക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് നല്ല നിയമം, സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളെ നമ്മുടെ വീട്ടിൽ എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം. ഞാൻ തന്നെ പല സമയത്തും കൗൺസിലിംഗ് സെഷനിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്,
നമ്മുടെ കുട്ടിക്ക് ചിലപ്പം ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്ക് പോകാൻ താല്പര്യമില്ലായിരിക്കും, പക്ഷെ വീട്ടുകാർ നിർബന്ധിച്ച് വിടും. അവരെ സംബന്ധിച്ചിടത്തോളം കൗൺസിലിംഗ് എന്താണെന്ന് അറിയില്ല, ആത്മീയത എന്താണെന്ന് അറിയില്ല, കുട്ടികൾ എങ്ങനെയെങ്കിലും നന്നാവണം. പക്ഷെ ഇവിടെ ഈ നന്നാക്കലിന്റെ ഭാഗമായിട്ട് ഇവർ ചെന്ന് പെടുന്ന സ്ഥലങ്ങള് വളരെ മോശമായിട്ടുള്ള സ്ഥലങ്ങളാണ്. പോവാൻ എന്തുകൊണ്ട് ഇവർ മടിക്കുന്നു എന്നതുപോലും ചോദിക്കുന്നില്ല, വീണ്ടും വീണ്ടും നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഘടകമുണ്ട്. ഞാൻ ഈ കേസുമായി ബന്ധപ്പെടുത്തിയല്ല, പൊതുവേ ഉള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതെ, ഈ കേസുമായിട്ടുള്ള കാര്യമല്ല. ഇപ്പം നമ്മൾ കൗൺസിലിങ്ങിനേക്ക് ഒരു കുട്ടിയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അവർ ഉടനെ വിചാരിക്കുന്ന എന്താണ്, എന്തോ മാനസിക പ്രശ്നമാണ്. അതേ സമയത്ത് ഇതുപോലെയുള്ള ഒരു ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരുടെ അടുത്ത് ആൾക്കാർക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നതിന് ഒരു മടിയും ഇല്ല. അപ്പൊ ഇതിവിടെ ആത്മീയതയാണോ കുട്ടികൾക്ക് കിട്ടുന്നത്? അത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് ഈ ഒരു മരിച്ചുപോയ കുഞ്ഞിന്റെ കാര്യം മാത്രമല്ല, ആ സെന്ററിൽ പോയിട്ടുള്ള ധാരാളം കുട്ടികളുണ്ട്, ഒരുപാട് പേര് ഇപ്പൊ പരാതിപ്പെടുന്നുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. വനിതാ കമ്മീഷൻ മുൻ അംഗം ഷാഹിദ കമാൽ കൂടി ചേരുന്നുണ്ട്. ശ്രീമതി ഷാഹിദ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സിസ്റ്റം എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ ഏത് തരത്തിലാണ് സിസ്റ്റം അതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളതൊരു വലിയ വിഷയമാണ്. ചൈൽഡ് ലൈനിൽ ഇവർ പരാതിപ്പെട്ടിട്ടുണ്ട്. 17 വയസ്സുള്ള പെൺകുട്ടിയാണ്, നേരത്തെ പരാതിപ്പെട്ടു. അവരെങ്ങനെ അന്വേഷണം നടത്തി? ഇങ്ങനെ ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരാളെ ഇത്രയും പെൺകുട്ടികളെ പഠിപ്പിക്കാൻ അവിടെ എങ്ങനെ നിയമിച്ചില്ലെങ്കിൽ അയാൾ എങ്ങനെ അവിടെ നിന്നു എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം റിമാൻഡിലായിരുന്ന ഒരു പോക്സോ കേസ് പ്രതിയാണ് വീണ്ടും വന്നിട്ട് ഇതേ അതിക്രമം വീണ്ടും പെൺകുട്ടികളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എങ്ങനെ ഈ ശിക്ഷയിൽ നിന്നൊക്കെ തിരിച്ചെത്തിയിട്ടും ഇതിലേക്ക് തന്നെ വീണ്ടും പോകുന്നു എന്നുള്ളതൊന്ന്, അതെന്തുകൊണ്ട് ചുറ്റുമുള്ളവർക്ക് സമൂഹത്തിന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല? ഇവർ ഇത്രയും പ്രശ്നക്കാരനാണ് എന്ന ഒരാൾ വീണ്ടും പുറത്തിറങ്ങുന്ന ആ ഒരു നിയമ സംവിധാനം തന്നെ വലിയ അപകടമല്ലേ മുമ്പോട്ട് നോക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്? തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ഒരു പോക്സോ കേസില് പ്രതിയായി ശിക്ഷ അനുഭവിച്ച ഒരാൾ വീണ്ടും വന്ന് ഒരു സ്ഥാപനം തുടങ്ങി, അതും പ്രത്യേകിച്ചും ഇതുപോലെ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങി. അവിടെ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം ആ പ്രദേശത്തുള്ള ജനപ്രതിനിധികൾക്കുണ്ട്, പഞ്ചായത്തിനുണ്ട്, അതുപോലെ മാധ്യമപ്രവർത്തകർക്കുമുണ്ട്. കാരണം ഇങ്ങനെ ഒരാള് അവിടെ വന്നൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ജാഗ്രതയുടെ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പായിട്ട് സമൂഹത്തിന്റെ മുന്നിൽ വെക്കേണ്ടതുണ്ട്. നമ്മൾ വേണ്ടുന്നതും വേണ്ടാത്തതും ഒക്കെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ വാർത്തകൾ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുക. പക്ഷെ അവിടെയാണ് ഇതുപോലെ ഗൗരവമുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയും വാർത്തയാക്കാതിരിക്കുകയും അത് ജനങ്ങൾ അറിയാതെ പോവുകയും ജനങ്ങൾ കെണിയിൽ ചെന്ന് പെടുകയും അല്ലെങ്കിൽ കുട്ടികൾ അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പൊ എന്റെ പ്രദേശത്ത് ഒരു പോക്സോ കേസിലെ പ്രതിയോ അല്ലെങ്കിൽ ഒരു കൊലക്കേസിലെ പ്രതിയോ വന്ന് ഒരു സ്ഥാപനമാണ് നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ ഒരു പെട്ടിക്കട അല്ല, അയാൾ മാത്രം കച്ചവടം ചെയ്യുന്ന ഒരു കടയോ ഒന്നുമല്ല. ധാരാളം ആളുകൾ വന്നു പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുമ്പോൾ ആ തുടങ്ങുന്ന ആളിന്റെ പശ്ചാത്തലം ആ പ്രദേശത്തുള്ളവർക്ക് അറിയേണ്ടതല്ലേ? അതൊരു സാമൂഹ്യ ഉത്തരവാദിത്വമല്ലേ? അവിടുത്തെ ജനപ്രതിനിധികൾ അറിയണം, അല്ലെങ്കിൽ മറ്റ് നിയമ സംവിധാനങ്ങൾ അറിയണം, മാധ്യമങ്ങൾ അറിയണം, സോഷ്യൽ മീഡിയ അറിയണം. ഇതൊക്കെ ജനങ്ങളുടെയും കൂടി ഒരു ഉത്തരവാദിത്വമാണ്. അപ്പൊ ഇത്രയും കാലം ഒരു പോക്സോ കേസിലെ പ്രതി വന്ന് ഈ സ്ഥാപനം തുടങ്ങി ഇത്രയേറെ കുട്ടികൾ, ഇപ്പോൾ ഒരു മകൾ ആത്മഹത്യ ചെയ്തത് കൊണ്ട് മാത്രമാണ് നമ്മളിത് പുറത്തു വന്നത്. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കുട്ടികൾക്ക് എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഇടം നമ്മുടെ വീടുകൾ തന്നെയായിരിക്കണം. അക്കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല. കാരണം നമ്മളൊക്കെ ആലോചിച്ചേക്കും, എന്റെയൊക്കെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും കുട്ടികൾ സ്കൂളിൽ പോയിട്ടാണെങ്കിലും കളിക്കാൻ പോയിട്ടാണെങ്കിലും എവിടെ പോയിട്ടാണെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ പേരൻസുമായിട്ട് അന്ന് നടന്ന കാര്യങ്ങൾ പേരൻസ് അവരോട് ചോദിക്കും. ഇന്നെന്താ എവിടെ കളിക്കാൻ പോയി, എന്തൊക്കെ കളിച്ചു, ആരൊക്കെ ഉണ്ടായിരുന്നു, ഡേ ടു ഡേ അവർ ഓരോ കാര്യങ്ങളും വീട്ടിൽ തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു കുടുംബ അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എത്ര കുട്ടികൾ ഓരോ ദിവസവും അവർ പോകുന്ന ഇടങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അതിനകത്തുണ്ടായിട്ടുള്ള തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മുടെ ഇടയിലുള്ള ഒരു പ്രിഡേറ്ററിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. അയാൾ വളരെ മാന്യനായിട്ടും വളരെ അന്തസ്സുള്ള സമൂഹത്തിൽ ഉയർന്ന നിലയിലൊക്കെ ജീവിക്കുന്ന ഒരാളാവുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അധ്യാപകർ എന്ന് പറയുമ്പോൾ അതിപ്പോൾ കരാട്ടെ ആയിക്കോട്ടെ, സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരായിക്കോട്ടെ, നമുക്കത് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. നമുക്കിത് ചൂഴ്ന്നു നോക്കാനോ ഇല്ലെങ്കിൽ പാരന്റ്സിന് അവിടെ പോയി എല്ലാ സമയവും നിരീക്ഷിക്കാനോ ഒന്നും സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ കുട്ടികളെ ഈ കേസിനകത്ത് ശരിയല്ല. ഈ കേസിനകത്തൊരു
പോക്സോ കേസിലെ പ്രതിയാണ്. ആ പ്രതി ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? അതാണ് ഇപ്പൊ ഈ കേസിൽ പ്രതി ഇയാൾ മുൻപ് കേസിൽ പ്രതിയാകാതിരിക്കുകയോ അനുഭവിക്കാതിരിക്കുകയോ ചെയ്തിരുന്ന ഒരാളാണ്. ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നതെങ്കിൽ ഈ പറയുന്ന വാദത്തിന് ഒരു പ്രസക്തി ഉണ്ടായിരുന്നു. മറിച്ച് ഇത് പോക്സോ കേസിലെ പ്രതിയായി ശിക്ഷ അനുഭവിച്ച് തിരിച്ചു വന്നയാൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുമ്പോൾ ഒരാളും അറിഞ്ഞില്ല, ഒരു പേരന്റും അറിഞ്ഞില്ല, അവിടെ ഉള്ള ഒരു മനുഷ്യരും അറിഞ്ഞില്ല എന്ന് പറയുന്നിടത്താണ് നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്വ കുറവ്. ഈ പറഞ്ഞ നമ്മുടെ കുട്ടികളെ നമുക്ക് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ കുട്ടികളെ പ്രതിരോധിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നേരിടാനും കഴിയുന്ന മാനസികാരോഗ്യം, ശാരീരികാരോഗ്യം ഉണ്ടാകണമെന്ന് നമ്മൾ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന് പറ്റുന്ന ഒരു കുറുക്ക് വഴിയായിട്ട് ഈ കരാട്ടയൊക്കെ പേരൻസ് കാണുന്നു. എന്നാൽ അത് നല്ലത് തന്നെയാണ്, അവരുടെ കായികാഭ്യാസമൊക്കെ നൽകുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മൾ കൊണ്ടു ചെന്ന് ആക്കുന്ന ഇടം അത് എത്രമാത്രം അവരെ പിന്നോട്ട് വലിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ കുട്ടികളുമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഒരു പേരന്റ് ചോദിക്കട്ടെ, ഇന്ന് പോയി ഞാൻ എന്റെ സിസ്റ്റർ മകളുടെ മകൾ കരോട്ട പഠിക്കാൻ പോയി, ഞാൻ ഒരു ദിവസം ചെന്നപ്പോൾ ചോദിച്ചു ഇന്ന് എന്തൊക്കെയാണ് പഠിപ്പിച്ചത്, അതൊന്ന് കാണിക്കുമെന്ന് പറഞ്ഞു. അത് മാതാപിതാക്കൾ ചെയ്യണ്ടേ? അതുപോലെ നമ്മുടെ സ്കൂളുകളിൽ കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. എല്ലാ സംവിധാനവും പ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു അമ്മയും കുഞ്ഞും മരിച്ചു, മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് 4ാമത്തെ പ്രസവത്തിൽ ആശുപത്രിയിൽ പോകാത്ത രീതിയിൽ അവരെ ഒരു എന്താ പറയാ ഒരു ആത്മീയതയുടെ ചട്ടക്കൂടിലാക്കിയിരിക്കുന്നു. അപ്പൊ എവിടെയാണ് മാറേണ്ടത്? നമ്മുടെ വീടുകളിൽ നിന്ന് ആദ്യം മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ കുറച്ചുകൂടി ശക്തമാകേണ്ടതുണ്ട്. നമ്മുടെ സമൂഹം ജാഗ്രതയോട് അതാണ് ആ വീടുകളിലെ മാറ്റമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ഇവിടെ ശ്രീമതി റാണി, ഇവിടെ നമുക്കറിയാം ഈ വീടുകളിലെ മാറ്റം തന്നെ ആദ്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇതിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ വീട്ടിൽ നമുക്ക് ഏറ്റവും അടുപ്പമുള്ള റിലേറ്റീവോ ഫ്രണ്ടോ ആണെങ്കിൽ പോലും നമ്മളെ ഒരു ബാഡ് ടച്ച് എന്നുള്ള രീതിയിൽ നമ്മളുടെ അടുത്ത് നമുക്കത് പറയാൻ ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പാരൻസിനോടോ ഇല്ലെങ്കിൽ മറ്റു ബന്ധുക്കളോടോ പറയുമ്പോൾ അതിനെ നോർമലൈസ് ചെയ്ത് അതെന്താ അത് ചെറിയച്ഛനല്ലേ ഇല്ലെങ്കിൽ വലിയച്ഛനല്ലേ ഇല്ലെങ്കിൽ അങ്കിളല്ലേ എന്ന് പറയുന്ന ഒരു രീതി ഇപ്പോഴും തുടരുന്നുണ്ട്. അല്ലാതെ ആ കുട്ടിയെ പിടിച്ചിരുത്തിയിട്ട് എന്താണ് ചെയ്തത് കൃത്യമായിട്ട് പറ, എങ്ങനെയാണ് എന്ന് ചോദിക്കാൻ ഇപ്പോഴും പാരന്റ്സ് പഠിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇത് ഈ കിട്ടുന്ന അറിവ് എന്തോ മോശമാണ് എന്നുള്ള തരത്തിൽ ചിന്തിക്കുന്ന പാരന്റ്സ് ഇല്ലേ ഇപ്പോഴും? തീർച്ചയായിട്ടും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഈ പാരൻസിൻ്റെ ഇടയിൽ കുട്ടികളിപ്പോൾ അടുത്ത ബന്ധുവാണ് അതിനെ എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുകയാണെങ്കിൽ ഇവർ അത് വിശ്വാസത്തിൽ എടുക്കില്ല, എത്ര പറഞ്ഞാലും. പിന്നെ ചില കുട്ടികളുണ്ട് അവർക്ക് പേടിയാണ് പറയാനായിട്ട്, വീട്ടിൽ വലിയ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഇത് പറയുന്നില്ല. സപ്പോസ് ഇപ്പോൾ ഒരു അച്ഛനിൽ നിന്ന് പീഡനം ഏൽക്കുന്ന കുട്ടികൾ, സഹോദരന്മാരിൽ നിന്ന് പീഡനം ഏൽക്കുന്ന കുട്ടികൾ, അവരിതൊന്നും തുറന്ന് പറയുന്നില്ല, വീട്ടിൽ ഇനി അത് വലിയ കുടുംബ ഇഷ്യൂ ആവണ്ടാന്ന്. പക്ഷെ ആ ഒരു ട്രോമ ഉള്ളിൽ കിടന്നിട്ട് പിന്നെ അവർ പിൻകാലത്ത് അവർക്ക് ഈ ഒരു ഡിപ്രഷനിൽ നിന്നും ഇവർ മറ്റൊരു അസുഖത്തിലേക്ക് എത്തി വന്നിട്ട് ഒരു കൗൺസിലിംഗ് സെഷനിലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇത് തുറന്നു പറയണത്, ഈ ട്രോമ ഒന്ന് വെന്റിലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മളെ എവിടെയൊക്കെയാണ് നമുക്ക് മാറ്റം വരേണ്ടത്? നമ്മുടെ ചുറ്റും നമുക്ക് മാറ്റം ഉണ്ടാവേണ്ട ഒരു സമയമായില്ലേ? അത് മാത്രമല്ല, നമ്മുടെ കുട്ടി ഇപ്പോൾ ഒരു വിഷമം പറയാണ്, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഒരു അങ്കിള് ബാഡ് ടച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ആൾറെഡി ആ കുട്ടിയുടെ അമ്മയെക്കുറിച്ച് ചിന്തിച്ചു വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് ഇമ്പൾസീവായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളായിട്ടായിരിക്കും. അപ്പൊ ഇത് പറയാൻ ഞാൻ അമ്മ എങ്ങനെ റിയാക്ട് ചെയ്യും, ഇനി അമ്മ എന്തെങ്കിലും ചെയ്തു കളയോ, ഇങ്ങനെയുള്ള പേടിയെല്ലാം കുട്ടികളുടെ ഇടയിലുണ്ട്. അപ്പൊ അതൊക്കെ കാരണം തന്നെ കുട്ടികൾക്ക് ഇതൊന്നും തുറന്നു പറയാനായിട്ടുള്ള ഒരു അവസരം കിട്ടുന്നില്ല. ഇവിടെ ശ്രീമതി ഷാഹിദ, ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടു, ഡോൺ പാലത്തറയുടെ ഫാമിലി എന്ന് പറഞ്ഞൊരു സിനിമ. ഇങ്ങനെ ഒരു പ്രീഡേറ്ററിന്റെ കഥ പറയുന്ന ഒരു സിനിമയാണ്. അതായത് ഇവിടെ ഈ കുടുംബം എന്നത് എത്ര ശക്തമായ ഒരു ചൂഷണ ഉപാധിയാണ് എന്ന് അടിവരയിടുന്ന ഒരു ചിത്രമാണ്. അതായത് നിരവധി സിനിമകളുണ്ട്, നിരവധി പുസ്തകങ്ങളുണ്ട്, നമുക്ക് ക്ലാസ്സുകൾ എടുക്കാൻ അധ്യാപകർക്ക് നിർദ്ദേശമുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ. പക്ഷേ ഇപ്പോഴും ബോധവാന്മാരാകുന്നില്ല സമൂഹം ഇല്ലെങ്കിൽ കുടുംബമെങ്കിലും എന്നുള്ളതിലാണ് നമുക്കിപ്പോഴും ആശങ്കയും പേടിയൊക്കെ വരുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത് നിരന്തരം ആവർത്തിച്ചിട്ടും? നമ്മുടെ നിയമ സംവിധാനങ്ങൾ നമുക്കറിയാം ഏത് പരിധിവരെ നമുക്ക് അതിൽ ഇടപെടാൻ സാധിക്കും എന്നൊക്കെയുള്ളത് നമുക്കറിയാം. സ്ത്രീ സുരക്ഷ പറയുന്ന നാട്ടിലാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോഴും സുരക്ഷിതരല്ലാതെ പെൺകുട്ടികൾ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് എത്രത്തോളം അപമാനകരമാണ്, നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. നമുക്ക് മുമ്പോട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്നാണ് ഭാവിയിൽ പലർക്കും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ട്രോമകളും ഒക്കെ ഉണ്ടാവുന്നത്. അതിൽ ചിലപ്പോൾ അവരുടെ കരിയർ, അവരുടെ പേഴ്സണൽ ലൈഫ് എല്ലാം ഒരു പക്ഷേ ചിന്തിച്ചെറിയേക്കാവുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ എവിടെയാണ് നമ്മൾ ശരിയാക്കി തുടങ്ങേണ്ടതെന്നാണ് തോന്നുന്നത്? ഇതിനകത്ത് നമ്മുടെ ചില കാര്യങ്ങള് നമ്മൾ ഓപ്പണായിട്ട് സംസാരിച്ച് പോയാലേ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ എല്ലാം ബാല്യത്തില് നമ്മളെ കൃത്യമായി നമ്മളെ വീട്ടുകാരാണെങ്കിലും നമ്മുടെ അധ്യാപകരാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും അയൽവാസികളൊക്കെ നിരീക്ഷിക്കുകയും
അല്ലെങ്കിൽ നമ്മുടെ സഞ്ചാരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വഴിമാറൽ കണ്ടാൽ അതിനെ ചോദ്യം ചെയ്യാനും അതിനെ താക്കീത് ചെയ്യാനും ഒക്കെ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്ക് ഇന്ന് ബാലാവകാശ നിയമങ്ങളും ഒക്കെ ഉണ്ട്, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇന്ന് പലപ്പോഴും അധ്യാപകർ പോലും കുട്ടികളുടെ ഭാഗത്ത് ഒരു വീഴ്ച വന്നാൽ അതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ശാസിക്കാനോ തയ്യാറാകാത്ത അധ്യാപകരുണ്ട് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഒരു പൊതുപ്രവർത്തക എന്ന നിലയിലും കമ്മീഷനിൽ ഇരുന്ന ഒരാളെന്ന നിലയിലും കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരാളെന്ന നിലയിലും ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം. പലപ്പോഴും ചില കാര്യങ്ങൾ കണ്ടാലും അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കണ്ടാലും കേട്ടാലും അധ്യാപകർ മിണ്ടാതെ പോകുന്നു. കാരണം അത് ഏത് തരത്തിലാണ് അവർക്ക് തിരിച്ചു വരുന്നത്. അല്ലെങ്കിൽ ഒരു കുട്ടിയെ ശാസിച്ചു കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയാറുണ്ട്, എന്റെയൊക്കെ ബാല്യത്തില് അധ്യാപകരുടെ കയ്യിൽ നിന്നും അടി കിട്ടിക്കഴിഞ്ഞാൽ അന്ന് വീട്ടിൽ നിന്ന് അടി ഉറപ്പാണ്. എന്തിനടിച്ചു എന്ന്, എന്തിനാണ് അധ്യാപകൻ അടിച്ചതെന്ന് പോലും ചോദിക്കാതെ വീട്ടിൽ നിന്ന് അടി കിട്ടിയതൊരു കാലമുണ്ട്. ഇന്ന് പലപ്പോഴും കുട്ടികളെ അധ്യാപകർ വഴക്ക് പറയുന്നില്ല, അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യുന്നില്ല. കാരണം അവർക്കിപ്പോ അധ്യാപകർക്ക് ഭയമാണ്. എപ്പോഴാണ് അധ്യാപകർക്കെതിരെ ഈ കുട്ടികൾ മൊഴി കൊടുക്കുന്നത്, അവർക്കെതിരെ ഒരു കേസ് വരുന്നത് എന്ന് ഭയക്കുന്ന അധ്യാപകർ നല്ല ശതമാനമുണ്ട് എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. അപ്പം ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇതിനെയൊക്കെ വിമർശിക്കാതെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് സംസാരിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മൾ അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മാറുകയും അങ്ങനെ ആവുകയും ചെയ്യണം എന്നുള്ളതാണ്. പലപ്പോഴും ഈ കുട്ടികളുടെ ഭാഗത്ത് അവര് ഇപ്പൊ ഇത് 7ാം ക്ലാസ് മുതൽ ഈ കുട്ടി ഈ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഈ കുട്ടിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ +2 വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. എപ്പോഴെങ്കിലും ഈ കുട്ടിക്ക് മനസ്സ് തുറന്ന് പറയാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ പരിശോധിക്കണ്ടേ, നമ്മൾ അന്വേഷിക്കണ്ടേ, അതിനുള്ള സാഹചര്യം ഒത്തിട്ടുണ്ടോ? ഇനി അഥവാ സംസാരിച്ചിട്ടുണ്ടോ ആരോടെങ്കിലും? അപ്പോൾ അങ്ങനെ സംസാരിച്ച സമയത്ത് ഏത് തരത്തിലുള്ള റിയാക്ഷൻ ആണ്? നിലവിലൊരു സമഗ്രാധികാര ആൺകോയ്മ വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ കാപട്യം ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കുടുംബം എന്നുള്ള ഒരു വ്യവസ്ഥിതി, ഇല്ലെങ്കിൽ ആ ഒരു സ്ഥലം എന്ന് തന്നെ കരുതേണ്ട ഒരു കാലഘട്ടത്തിലാണ്. തീർച്ചയായിട്ടും. അപ്പൊ മാറേണ്ടത് നമ്മുടെ ഒരാളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കുടുംബം തന്നെയാണ്. അവിടെ ജീവിത വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നുണ്ട്. ആ ജീവിത വിദ്യാഭ്യാസം നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുക്കണം. കാരണം അവർക്ക് അവര് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അത് തെറ്റാണ് എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ വീട്ടിലുള്ളവരായിരിക്കണം ആദ്യം തയ്യാറാകേണ്ടത്. പലപ്പോഴും അത് മനസ്സിലാക്കാതെ അവരെ കുറ്റക്കാരാക്കിയോ അല്ലെങ്കിൽ അത് പുറത്തു പറഞ്ഞാൽ ഞങ്ങളുടെ മാനാഭിമാനം ഇടിഞ്ഞു വീഴും, കുടുംബത്തിന്റെ അന്തസ്സ് തകർന്നു പോകും എന്ത് ചിന്തിക്കുന്ന മനോഭാവം ഈ കുട്ടികളെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടുവരുന്നു. ഞാൻ നമ്മുടെ ഈ കേസിലേക്ക്, മലപ്പുറത്തെ കേസിലേക്ക് വരികയാണെങ്കിൽ, ഇവർ നേരത്തെ അറിഞ്ഞിരുന്നു, ഇവരെ പരാതിപ്പെട്ടിട്ടുണ്ട്, ഇവരോട് സംസാരിച്ചിട്ടുമുണ്ട് ആ പെൺകുട്ടി. അങ്ങനെ നോക്കുമ്പോൾ ഇവർ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു അതിൽ ഇടപെടുകയും ആ പ്രശ്നം പരിഹരിക്കാനും, ഇല്ലെങ്കിൽ അതിലെന്താണ് കുട്ടി ഫേസ് ചെയ്യുന്നത് ഉള്ളതിനെ കുറിച്ച് ആ സഹോദരിക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയാം. അവര് അത് കണ്ടതാണ്, അനുഭവിച്ചതാണ്, പരാതിപ്പെട്ടതാണ്. അതല്ല അതിന് പുറത്തുള്ള കേസാണ് നമ്മൾ പറയുന്നത് എന്ന് ഞാൻ വീണ്ടും പറയുന്നു. അവരുടെ പൊതുസമൂഹത്തിൽ, കാരണം ഇതിനകത്ത് അവര് പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പരാതിപ്പെട്ട സമയത്ത് അവിടെയാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്, എന്തുകൊണ്ട് അവിടെ അന്വേഷണം നടന്നിട്ടുണ്ടോ അത് ചോദിക്കണം. ഈ പർട്ടിക്കുലർ കേസിനകത്ത് പരാതിപ്പെട്ടപ്പോൾ ആ പരാതി എങ്ങനെയാണ് അത് അന്വേഷിച്ചത്, അതിന്റെ അന്വേഷണ പുരോഗതി എന്തായിരുന്നു, അവർക്ക് കിട്ടിയ അനുഭവം എന്താണ്, അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നോ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിയിൽ നിന്നോ അവർക്കുണ്ടായിട്ടുള്ള അനുഭവം എന്താണ്? പോക്സോ കേസിൽ ഉൾപ്പെടെയുള്ളതിൽ പെടുന്ന ക്രിമിനലുകൾ പുറത്തിറങ്ങുന്നു, അവരൊരു സ്ഥാപനം തുടങ്ങുന്നു, ഇല്ലെങ്കിൽ പൊതുവെ നമ്മൾ ഈ പറയുന്ന എല്ലാവർക്കും പറ്റുന്ന ഒരാളായി സമൂഹത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാനുള്ള സംവിധാനം ഉണ്ടാകണം എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. കാരണം കൊലപാതകിയോ ഇല്ലെങ്കിൽ ഇത്തരത്തിൽ പീഡനത്തിന് ജയിലിലായ ആളുകളോ ഒക്കെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ വീണ്ടും പേടിക്കേണ്ടതുണ്ട് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിയമം അവിടെ ഏതെങ്കിലും രീതിയിൽ അവിടെ അതിനെ കൈകാര്യം ചെയ്യണം എന്നതുകൂടിയുണ്ട്. നന്ദി ശ്രീമതി ഷൈദ കമാൽ പ്രതികരിച്ചതിന്. ശ്രീമതി റാണി, ഇവിടെ ഇപ്പം എനിക്കറിയാം ഒരുപാട് പെൺകുട്ടികൾ വരുന്നുണ്ടാവും ഓരോ ദിവസവും. അതിൽ ഇപ്പം അവർ ഓരോ തരത്തിലായിരിക്കും. ചിലർ പാരൻസിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും, ചിലർക്ക് അധ്യാപകരുണ്ടാവും, ചിലർക്ക് സഹപാഠികളെ കൊണ്ടുണ്ടാവും, ചിലർക്ക് ഇത്തരത്തിലുള്ള ചില ആളുകളെ കൊണ്ടുണ്ടാവും. അപ്പം ഇവരോടൊക്കെ കുറച്ചുകൂടി നമുക്ക് ധൈര്യം വരാൻ വേണ്ടി എന്താണ് പറയാനുള്ളത്? ഇപ്പം നമ്മുടെ കുട്ടികളുടെ അടുത്ത് നമ്മൾ ബോധവൽക്കരണം ചെയ്യേണ്ടത്,
നിങ്ങൾക്ക് എന്ത് നോ എന്ന് പറയേണ്ടടുത്ത് ധൈര്യമായിട്ട് നോ എന്ന് പറയുക, ആ സ്ഥലത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു കേസിൽ തന്നെയാണെങ്കിൽ ഒരു ഗുരു അവിടുത്തെ ഏതോ ഒരു സ്ത്രീയെ ചുണ്ടിൽ ചുംബിക്കുന്നതൊക്കെ ഈ കുട്ടികൾ കണ്ടു എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് അത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അത് നമ്മൾ കുട്ടികളുടെ അടുത്ത് പറയണം. രണ്ടാമത്തെ കാര്യം പാരൻസിനോടാണ്. പാരൻസ് ഉറപ്പായിട്ടും നിങ്ങളെ കുട്ടിയെ ഉപദേശം കൊടുക്കാനായിട്ട് കൊണ്ടുപോവേണ്ട സ്ഥാപനങ്ങളോ ഒന്നുമല്ല നമ്മുടെ ചുറ്റുമുള്ള ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ. അവിടെ പോയാൽ കുട്ടിക്ക് ഫിസിക്കൽ എക്സസൈസ് ആണ് കിട്ടേണ്ടെങ്കിൽ അതിലേക്ക് മാത്രം ആക്കുക. അതല്ലാതെ മാനസികമായിട്ടുള്ള ധൈര്യത്തിനും ആ ഗുരുവിൻ്റെ വചനങ്ങൾ കേൾക്കാനും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഉഡായിപ്പ് പ്രസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകും മുമ്പ് നമ്മൾ 2-3 ആവർത്തി നമ്മൾ ചിന്തിക്കണം. ഇത് 7ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ ഒരു കുട്ടി അനുഭവിച്ച മാനസിക ശാരീരികമായിട്ടുള്ള പീഡനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികളടുത്ത് പിന്നെ ബോധവൽക്കരണ ക്ലാസ്സുകൾ അത് നൽകുന്ന സമയത്ത് അത് പേടിപ്പിക്കുന്ന തരത്തിലാവാൻ പാടില്ല. കാര്യം പല പാരൻസും പറയുന്ന കാര്യമാണ്, നമ്മൾ ഇങ്ങനെ ഒരു കേസ് കൊടുത്താൽ ഉടനെ പോലീസ് വരില്ലേ, ഉടനെ ഗൈനിക്കിന്റെ ടെസ്റ്റ്, അപ്പം എൻ്റെ മകളെ കൊണ്ടുപോയി ഗൈനിക്ക് ഉള്ളൊക്കെ പരിശോധിക്കില്ലേ, ഇങ്ങനെയൊക്കെ ഉള്ള പേടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം ഇതിനൊക്കെ ഉള്ള ഒരു അവയർനെസ് ക്ലാസ് നമ്മൾ അടിയന്തരമായിട്ട് നമ്മുടെ ചുറ്റും നമ്മൾ നൽകേണ്ടതാണ്. അതാണ് ചുറ്റും എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കുറച്ചുകൂടി നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട് ഈ കാലത്ത് എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ലേഡീസ് ബാൻഡിന്റെ സമയം പൂർത്തിയാവുകയാണ്. നന്ദി റാണി രജനി പങ്കെടുത്തതിന്. ലേഡീസ് ബാൻഡ് പൂർണ്ണമാവുന്നു. നമസ്കാരം.